എന്താ ഒരു പ്രധാന കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞേ? ഒരാളെയും പറഞ്ഞു പറ്റിക്കില്ലെന്ന് തൃക്കാക്കരയിലെ വോട്ടർമാരോട് 2020 സ്ഥാനാർത്ഥി അഖിൽ മാരാർ. ഇപ്പൊ എന്താ പറഞ്ഞ? ഒരാളെയും പറഞ്ഞു പറ്റിക്കില്ലെന്ന് തൃക്കാക്കരയിലെ വോട്ടർമാരോട് 2020 സ്ഥാനാർത്ഥി അഖിൽ മാരാർ. അങ്ങനെ സംഭവിച്ചാൽ തന്നെ പിടിച്ചു നിർത്തി അടിക്കാമെന്നാണ് അഖിലിന്റെ വാക്ക്. അയ്യോ, അതിന്റെ ട്രേഡ് സീക്രട്ടാ. സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉപയോഗിച്ച് വോട്ട് പിടിക്കില്ലെന്നും അഖിൽ അറിയിച്ചു. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ വന്നപ്പോൾ കണ്ടത് ഇതുപോലെ റെഡ് ആൻഡ് റെഡ് വേഷത്തിലാണ്. സാധാരണ സ്ഥാനാർത്ഥികളുടെ മുണ്ടും ഷർട്ടൊക്കെ ഇട്ടിട്ടായിരിക്കും. ഇതെന്ത് പറ്റി ഇങ്ങനെയൊരു സ്ഥാനാർത്ഥി? വിപ്ലവം വിജയിക്കട്ടെ. അങ്ങനെ കൊട്ടാരക്കര മോഹിച്ച ഒടുവിലെ തൃക്കാക്കരയാണ് എത്തി നിൽക്കുന്നത്. അതല്ല ഉദ്ദേശം മാറി. മോഹമോ ചിന്തയൊന്നും അല്ല. അത് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്റെ ഒരു പ്രശ്നത്തിൽ ഇടപെട്ടിട്ട് നമ്മൾ ചോദിക്കാൻ ചെല്ലുമ്പോൾ ഓട്ടോമാറ്റിക്കലി അപ്പുറത്തുനിന്നൊരു ചോദ്യം വരും, നീ ആരാണ്? അഭിനയിക്കുമ്പോഴേ ബാലയുടെ അത്ര ഓവർ ആവണ്ട, സീരിയലിന്റെ അളവിലും മതി. അപ്പൊ ഇവർക്ക് വേണ്ടി, എന്റെ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞാൻ എന്തെങ്കിലും ആയല്ലേ പറ്റൂ. ആ ചിന്തയിൽ നിന്നുകൊണ്ടാണ് സത്യസന്ധമായി പറഞ്ഞാൽ ഞാൻ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത്. മോനെ, നീ പറയുന്നത് നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. കോൺഫിഡൻസ് ഉണ്ടോ തൃക്കാക്കര എന്നൊരു മണ്ഡലത്തിലേക്ക് വരുമ്പോൾ? അത് എവിടെ മത്സരിച്ചാലും ആ ജനതയോട് നമ്മൾ സംസാരിക്കുന്ന പോലെ ഇരിക്കും. നഗര കേന്ദ്രീകൃത മണ്ഡലമാണ്. അങ്ങനെ ഒരു സെലിബ്രിറ്റി ഫിഗർ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണോ തോന്നുന്നത്? അല്ല, ഒരിക്കലും അല്ല. ഇവിടെ ഒന്നാമത്തെ കാര്യം, ഈ സെലിബ്രിറ്റി ഫിഗർ എന്ന് പറയുന്ന ഒരു ഫിഗറിനോട് എനിക്ക് താല്പര്യമില്ല. ചിരിക്കണം. എന്താ ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ? ചിരിക്കണമെങ്കിൽ ചിരിക്കാം. പക്ഷെ സെലിബ്രിറ്റി എന്ന് പറഞ്ഞാലല്ല, ഇത് ഒരു ഫേസ് വാല്യൂ ആണ്. അതായത് ഒരു പോപ്പുലർ ഫേസസ് ആണ് ഞാൻ. ഇപ്പം എനിക്ക് ഇറങ്ങി ഇപ്പം ഇവിടെ ഞാൻ നിൽക്കുമ്പോൾ പല ആൾക്കാരും നമ്മളെ നോക്കി കൈ കാണിക്കുന്നു, ചിരിക്കുന്നു. അത് മാത്രമാണ് ഒരു പ്ലസ്. അഖിൽ മാരാർക്ക് ഒരു നിലപാടുണ്ടോ എന്നൊരു ചോദ്യം. ഇപ്പം എന്താണ് നിലപാടിനെ കുറിച്ച് പറയാൻ? തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ അടിസ്ഥാനപരമായ നിലപാട് ഒന്ന് തന്നെയാണ്, സത്യത്തിനും ശരിക്കും. ഞാൻ ഒരാളെയും പറഞ്ഞു പറ്റിക്കത്തില്ല. അത് മാത്രമായിരിക്കും തൃക്കാക്കര ജനങ്ങൾക്ക് കൊടുക്കുന്ന വാഗ്ദാനം. ഉറപ്പാണോ? ഉറപ്പ്. ഇനി അങ്ങനെ ഞാൻ ഒരാളെ പറ്റിച്ചെന്ന് തോന്നിയാൽ ഞാനിനി ജയിച്ചൊരു MLA ആയിട്ട് നിങ്ങളെ മുന്നിൽ വന്നാൽ പിടിച്ചു നിർത്തി ചോദിക്കും. അപ്പൊ കൂട്ടാ നമ്മളെ അങ്ങനെ മണ്ടനാക്കല്ലേ. ഒരു അടി അടിക്കുന്നെങ്കിൽ അടിച്ചോ, ഒരു പ്രശ്നമുള്ള കാര്യമല്ല ഇതൊന്നും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യൂ. ദയവ് ചെയ്ത് നമ്മൾ ആരെയും പറ്റിക്കാതിരിക്കുക. അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അഭിനയം എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആയിരിക്കണം. ആക്ടിംഗ് ഈസ് വാട്ട് റിയാക്ടിംഗ്. ഇറ്റ് ഈസ് ബിഹേവിംഗ്, യു നോ. സെലിബ്രിറ്റികൾക്ക് വിലയില്ലാത്ത കാലമാണെന്നാണ് അഖിൽ മാരാരുടെ കണ്ടെത്തൽ. വേദനിക്കുന്ന സെലിബ്രിറ്റിയാണ് അഖിൽ മാരാർ. മോശമായി പോട്ടോ, ഭയങ്കര മോശമായി പോയി. അദ്ദേഹത്തിന് തൃക്കാക്കരയിലെ പോരാട്ടത്തിൽ വിജയിക്കാനാകുമോ ഇല്ലയോ, എത്രമാത്രം മുന്നേറാൻ കഴിയുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.